ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്പനെയിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്യാമെന്ന് വെച്ച് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഓൾറെഡി എൻ്റെ കസിൻസ് ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതും കൂടി ഞാൻ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് ഡേ ഇൻ മൈ ലൈഫ് എന്ന് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ആശ്രമത്തിലുണ്ടായിരുന്ന ടൈമിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ പേരൊക്കെ ചെയ്യണ കാണുമ്പോൾ എനിക്ക് ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ ക്യാമറ വയ്ക്കും എന്നുള്ളതിനൊക്കെ ഒരു ഡൗട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടുള്ള ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞു. ഞാൻ നേരെ ഇനി മുഖമൊക്കെ തുടച്ച് രാവിലെ ഞാൻ ഓൾറെഡി യോഗ പ്രാക്ടീസ് ചെയ്യാനെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വീട്ടിലായതുകൊണ്ട് ചെറിയ മടിയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ആശ്രമത്തിലാണെങ്കിൽ നമ്മൾ ഡെയിലി റുട്ടീൻ അതേപോലെ കണ്ട് പോകുമായിരുന്നു. ഇവിടെ ആകുമ്പോൾ ലേറ്റായിട്ടാണ് എണീക്കാറും. അപ്പോൾ എന്തായാലും ഇനി മുടിയൊക്കെ വന്ന് ഇതാക്കും. ഞാൻ എണീറ്റ് കഴിയുമ്പോൾ എൻ്റെ മുടി രസമില്ലാതെ നിൽക്കും, വേഗം ബ്ലാ ബ്ലാ ആയി നിൽക്കും. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇനി കുറച്ച് ഗുഡ് ഫാറ്റ് ചെല്ലാൻ വേണ്ടി ഞാൻ നെയ്യ് ഇങ്ങനെ ഒന്ന് ഉരുക്കി കഴിക്കും. അത് നല്ലതാണ്. പിന്നെ കുറച്ച് ചൂടുവെള്ളം കഴിക്കുന്നത് നല്ലതാണ്. ഞാൻ മുന്നേ അത് ഫോളോ ചെയ്തിരുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. എനിക്ക് രാവിലെ ഹോട്ട് വാട്ടർ കഴിക്കുമ്പോൾ ഒരു ഉന്മേഷമാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ ഉമ്മറത്തൊക്കെ പോയി ഇരുന്ന് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാണ് നമ്മളിവിടെ ഉമ്മറന്നൊക്കെ പറയുക. നല്ല എൻജോയ് ചെയ്തിട്ടൊക്കെയാണ് അത് കുടിക്കുക. അത് കഴിഞ്ഞ് ഇനി പ്രാക്ടീസ് ടൈമാണ്. അപ്പോൾ എന്തായാലും മടിയൊക്കെ പിടിച്ചിരുന്നാൽ ശരിയാവില്ല. നമ്മൾ യോഗ ഒക്കെ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ 1-2 ദിവസം തന്നെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമ്മളെ ബോഡി അതേ റിയാക്ട് ചെയ്യും. കാരണം നമ്മൾ ഫ്ലെക്സിബിൾ ആവില്ല നമ്മൾ പിന്നെ അത് ചെയ്യുമ്പോൾ. അങ്ങനെ എൻ്റെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു യോഗ പേജ് തുടങ്ങിയിട്ടുണ്ട്, പ്രാണാഹഗ് എന്നാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ വരും ഡേയ്സിൽ നല്ല നല്ല വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും കസിൻസൊക്കെ വരുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അമ്മയെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോഴേക്കും അച്ഛൻ സാധനങ്ങളേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ ഇടയിൽ കഴിച്ചു കേട്ടോ. പുട്ടും പിന്നെ എഗ്ഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇത് സവാള സവാള മുറിക്കേണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ചെയ്തു. എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നവരെ ഞാൻ ചെയ്യും. അത് കഴിഞ്ഞാൽ എനിക്ക് കരഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ വലിയ താല്പര്യമില്ല. പിന്നെ എൻ്റെ റൂം ഞാൻ വന്നതിൻ്റെ പോകണതിൻ്റെ ഒക്കെ ഒരു തിരക്കുമുണ്ട്. എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ആകെ ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ റൂമിൽ ആകെ ഫസ്റ്റ് നിറയെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോയപ്പോൾ ഇവരെ ഏട്ടൻ അവൻ്റെ റൂമിലേക്ക് അതൊക്കെ കടത്തി. ഇപ്പം ഞാൻ ഒന്നെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്നേക്ക് പ്ലാന്റ് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇൻഡോർ പ്ലാന്റ് വെക്കുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഭയങ്കരമായിട്ട് ഇങ്ങനെ നല്ല ഓക്സിജൻ, നമ്മൾ ഒരു റിഫ്രഷാണ് നമ്മളെ റൂമായാലും വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കുന്നത്. അപ്പോൾ മണി പ്ലാന്റും ഒരുപാടുണ്ടായിരുന്നു. അതൊക്കെ ഓരോരോ സ്ഥലത്തായിപ്പോയി. അപ്പോൾ ഞാൻ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. രാവിലെ ബെഡൊക്കെ അറേഞ്ച് ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ.
നല്ലൊരു ശീലമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ അറേഞ്ച് ചെയ്തു. പിന്നെ ഒന്നാമത് ഇന്ന് ഗസ്റ്റൊക്കെ വരുന്നതുകൊണ്ടാണ് ഈ ഒരു ക്ലീനിങ് നടത്തുന്നത് രാവിലെ തന്നെ. അല്ലെങ്കിൽ ഞാൻ ബെഡ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അമ്മ അയണിങ് ഒക്കെ ചെയ്യുക ടേബിളിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ അയൺ ബോക്സും എല്ലാതും എടുത്തു വയ്ക്കുകയാണ്. പിന്നെ അല്ലറ ചില്ലറ ക്ലീനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ. കുളിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ഗസ്റ്റുകൾ വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അപ്പോൾ വൈഷ്ണുവിൻ്റെയും അഖിലയുടെയും വിരുന്നായിരുന്നു നമ്മളെ വീട്ടിൽ വെച്ചിട്ട്. കല്യാണം കഴിഞ്ഞാൽ അങ്ങനെ അവർ വിളിച്ച് വിരുന്ന് കൊടുക്കുമല്ലോ. അപ്പോൾ നമ്മളുടെ കസിൻസും വരുന്നുണ്ട്, ചിഞ്ചേച്ചിയും മിബിയേട്ടനും എല്ലാവരും വരുന്നുണ്ട്, അമ്മായിയൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ കാടാമ്പുഴ അമ്പലത്തിൽ പോയി തൊഴുതിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഇവർ കുറച്ച് നേരത്തെ വന്നപ്പോൾ ഏട്ടൻ്റെ വകയാണ് ജ്യൂസൊക്കെ, വാട്ടർ മെലൺ വെച്ചിട്ട് നല്ല ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തു. അപ്പോൾ എൻ്റെ ലുക്ക് ഇതായിരുന്നു കേട്ടോ. അവർ വരുമ്പോഴേക്കും ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ റെഡിയൊക്കെ ആയി. അപ്പോഴേക്കും അമ്മ കുക്കിങ്ങിൽ തന്നെയായിരുന്നു. അപ്പം മോൻറ്റിനും അഖിലി അവിടെ നിന്നിട്ട് സംസാരിക്കുക തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഫുഡൊക്കെ ഇത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്നും ഗീ റൈസാണ് കേട്ടോ. അമ്മ ഗീ റൈസാണ് ഇപ്പോൾ അധികം ഉണ്ടാക്കുക. അത് എന്താണെന്ന് എനിക്കറിയില്ല. അമ്മയ്ക്ക് അതാ ഈസി തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ അമ്മ ഇടയ്ക്ക് ബിരിയാണിയൊക്കെ ഒന്ന് ട്രൈ ചെയ്തിരുന്നത്. അപ്പം ഞങ്ങൾ വൈസുവിൻ്റെ ജ്യൂസൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ കുറേ നേരം നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവരെത്തി. കണ്ണനുണ്ടായിരുന്നു, വിബിയേട്ടനുണ്ടായിരുന്നു, ചിഞ്ചേച്ചി, പിന്നെ വിബിയേട്ടൻ്റെ അമ്മ ഉണ്ടായിരുന്നു, പിന്നെ അമ്മായി ഉണ്ടായിരുന്നു, അക്കുട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അവർ കാനഡയിൽ പോകണതിന് മുന്നെടുത്തൊരു വീഡിയോ ആണ്. ഇപ്പോൾ അവർ കാനഡയിൽ പോയി ചിഞ്ചേച്ചിയും അക്കുട്ടനും വിബിയേട്ടനും. കൊള്ളാം, സൂപ്പർ. എവിടെ ടാറ്റു കാണിക്കും? നല്ലതാണോ? കുഴപ്പമില്ല. വിബേട്ടൻ കുത്തിയല്ലേ? ഇതെന്താ വിബേട്ടൻ ഇതിന്റെ അർത്ഥം പറഞ്ഞോട്ടു. അതാ നിന്റെ ഇതെന്താ സാധനം? അത് ഒരു പറ ഇതിന്റെ കൺസെപ്റ്റ് എന്താ വെച്ചാല് ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ എർത്ത് ആൻഡ് കോസ്മോസ്. ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ എർത്ത് ആൻഡ് കോസ്മോസ്, നാച്ചർ ആൻഡ് ദ യൂണിവേഴ്സ്. നാളെ ഒന്നും പറയില്ല. ചേട്ടാ എങ്ങനെയുണ്ട് ഫുഡ്? ചിക്കനും ബീഫും. സൂപ്പർ. എന്റെ ഫ്രണ്ട്സ് അറിയേ നിന്റെ ഏണ്ട സൂപ്പർ പറയാനാ ഞങ്ങൾ കാത്തു നിക്കുന്നത്. ഫ്രണ്ട്സ് വന്നു നിങ്ങളുടെ ബ്രദറിന്റെ റെസ്പോൺസ് പറയോ? എന്തൊക്കെയല്ല? ചിക്കനുണ്ട്, ബീഫുണ്ട്, അച്ചാറുണ്ട്, വയസ്സുവിന് പ്രത്യേകം
അഖില എന്താണ് അഖിലയുടെ റെസ്പോൺസ്? അഖിലയുടെയും മോൻസിന്റെയും ഇരുന്നാണ്ടെന്ന് റെസ്പോൺസ് കൊടുക്കും. കഴിക്കണം. ലഗീന വേണോ? ലഗീന കൊണ്ടോണോ? കാറിലാക്കി തരട്ടെ? കൊണ്ടുപോകോ? പോവൂലേ? എന്നാ ഇരിക്കട്ടെ, പോകുമ്പോ പറയണേ. നോക്കണട്ടോ നല്ലപോലെ. ഗൈസ്, എന്റെ ക്യൂട്ട് കപ്പ്. ഇതെന്റെ കൂട്ടു മമ്മി. ഹലോ മമ്മി. ഒഴുകിയോ? ചിയേഴ്സ്. ഓ മതി. താങ്ക് യു സോ മച്ച്. സ്രാവുകൾ വെട്ടിയാണ്. കഴിച്ചോളൂ. അവർ ഐസ്ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇനി പോകുന്നത് ഇവിടെ തൊട്ടടുത്തൊരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ ആയി അവിടെയൊക്കെ പോയിട്ട്, അപ്പോൾ അത് കാണാൻ പോവാണ്. ഇവർക്ക് കാണണം എന്ന് പറഞ്ഞു. എങ്ങോട്ട് പോകുന്നു? ചെറിയൊരു വാട്ടർഫോൾ. നേർന്നടക്ക് അതൊന്നും വീഴില്ല. ഗൈസ്, നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനാവുകയാണ്. ഒരു ഹിഡൻ സ്പോട്ടാണിത്, ആരും അധികം വരാത്ത. ഇവിടുത്തെ ആൾക്കാരൊക്കെ അറിയാം. ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ ചെറുപ്പത്തിലാണ് വന്നത്. ചെറുപ്പത്തിൽ മീൻസ് ഒരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ. എനിക്ക് വരാൻ പറ്റില്ല ഗൈസ്. എന്നെ ആരും കൊടുന്നില്ല, അതാണ് സത്യം. എന്റെ ഏട്ടൻ ഒറ്റയ്ക്ക് വരും, എന്നെ കൊടുന്നില്ല. റിസ്കിയാണ് കേട്ടോ റോഡ്. എന്താ ഹായ് ഗൈസ്, ഞങ്ങളൊരു വെള്ളച്ചാട്ടം കടാൻ പോവാണ്. കിങ്ങിനിയുടെ നാട്ടിലുള്ള അതിമനോഹരമായ. അപ്പോൾ നമുക്ക് കാണാം. അപ്പോട്ടെ. പണ്ടത്തെ കാലത്തുള്ള മെഡിസിൻ
കണ്ടന്റ് കിട്ടി. അടിപൊളി, സൂപ്പറായി. ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ വന്നിട്ടുണ്ട്. കൈയൊന്ന് കഴുകിട്ട് പോലെ. മൂന്നാമത്തെ കോസ്റ്റ്യൂമിലാണ് ഞാൻ. തിളങ്ങുന്ന അങ്ങനെ വെള്ളച്ചാട്ടത്തിലെ കുളിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ വന്ന് ചായ കുടിച്ചു. പഴംപൊരിയും കപ്പ് കേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുളി ഒക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ വിശപ്പ് മാറ്റാൻ പിന്നെ നമ്മൾ നെയ്ച്ചോറ് കഴിച്ചു എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ അന്ന്. എല്ലാവരും ഒത്തുകൂടി ചിരിയും കളിയും തമാശയും ഒക്കെ ആയിട്ട്. അച്ഛന് വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അച്ഛൻ ഈവനിങ് ആണ് എത്തിയത്. അക്കു ടെമ്പിളിൽ പോയപ്പോൾ ഒരു കാറ് മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വർക്കായില്ല. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തിലായിരുന്നു അക്കു ഇരുന്നത്. അങ്ങനെ അവർ പോയി. ഞാൻ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തു കേട്ടോ, അഖിലേക്കും മോൻറ്റിനൊക്കെ കൊടുത്തു. അതിന് ശേഷം ഞാനും ഭയങ്കര ടയേർഡായിരുന്നു. ഞങ്ങളും പോയി ഉറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗായ്സ്.